രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം തോന്നാറുണ്ടോ? ഒരു സിംഹത്തെ പോലെ ഫുൾ പവറിലെ ദിവസം തുടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള സയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ചില കിടിലൻ വഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സത്യത്തില് ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് ഒരുതരം മടുപ്പോടെയാണ്. അലാറം ഓഫ് ചെയ്യും, പക്ഷെ ശരീരവും മനസ്സും ഒന്നും ഉണർന്നിട്ടുണ്ടാവില്ല, അല്ലേ? പക്ഷേ ഒന്നാലോചിച്ചു നോക്കൂ, രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ നല്ല ഉന്മേഷത്തോടെ, ഫോക്കസോടെ ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി ഒരു സിംഹത്തെ പോലെ ദിവസം തുടങ്ങാൻ കഴിഞ്ഞാലോ? അത് വെറുമൊരു സ്വപ്നമല്ല, ശാസ്ത്രം പറയുന്നു അത് സാധ്യമാണ്. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ കെമിസ്ട്രി ചെറുതായിട്ടൊന്ന് ട്യൂൺ ചെയ്യുകയാണ്. രാവിലെ നിങ്ങളെ ഉണർത്താൻ സഹായിക്കുന്ന 3 ബയോ കെമിക്കൽ റീസെറ്റുകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റ ഉടനെ കാപ്പി കുടിക്കാനല്ല ഓടേണ്ടത്, കുറച്ച് വെളിച്ചം കൊള്ളാനാണ്. സ്റ്റാൻഫോർഡിലെ ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉണർന്ന 10 മിനിറ്റിനുള്ളിൽ സൂര്യപ്രകാശം കണ്ണുകളിൽ പതിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ക്ലോക്ക്, അതായത് സർക്കാഡിയൻ റിതം റീസെറ്റ് ചെയ്യുമെന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഈ സൂര്യപ്രകാശം നമ്മുടെ തലച്ചോറിന് ഒരു പവർ ഓൺ സിഗ്നൽ കൊടുക്കുന്ന പോലെയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ശരിയായ സമയത്ത് വർദ്ധിപ്പിച്ച് നമ്മളെ ഉണർത്തും. ചില പഠനങ്ങൾ പറയുന്നത് ഇത് കാപ്പിയേക്കാൾ ഫലപ്രദമാണെന്നാണ്. ഇനിയിപ്പോ രാവിലെ വെളിച്ചമില്ലെങ്കിലോ സാരമില്ല, ഒരു ഡേ ലൈറ്റ് ലാമ്പ് ഉപയോഗിച്ചാലും മതി. അടുത്തത് ഒരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്ററാണ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ര സുഖമുള്ള കാര്യമായി തോന്നില്ല, പക്ഷെ ഇതിന്റെ റിസൾട്ട് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും. അതെ, നിങ്ങൾ ഈ കാണുന്ന സംഖ്യ തെറ്റല്ല, 250%. വെറും 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുകയോ അല്ലെങ്കിൽ ഒരു ഷവർ എടുക്കുകയോ ചെയ്താൽ നമ്മുടെ തലച്ചോറിലെ ആ ഫീൽ ഗുഡ് കെമിക്കലില്ലേ, ആ ഡോപ്പമിൻ, അത് 250% വരെ കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തണുത്ത വെള്ളം നമ്മുടെ ശരീരത്തിലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കും പോലെയാണ്. ഇത് നമ്മുടെ നാഡീവ്യൂഹത്തിന് ഒരു ചെറിയ ഷോക്ക് കൊടുത്ത് രാവിലത്തെ ആ ഒരു മയക്കത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കും. ഓക്കെ, കുളിയൊക്കെ കഴിഞ്ഞു, എന്നിട്ടും ഒരു ഉഷാറ് വരുന്നില്ലേ? ചിലപ്പോ നിങ്ങളുടെ തലച്ചോറിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാവാം. അതിനുമുണ്ടൊരു സിമ്പിൾ ട്രിക്ക്. ഇതിനെ ഒരു ഓക്സിജൻ ബോംബ് എന്ന് തന്നെ വിളിക്കാം. വളരെ ലളിതമായ ഒരു ശ്വസന വ്യായാമമാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഇപ്പോൾ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കാം. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുക്കുക, 4 സെക്കൻഡ് പിടിച്ചുവെക്കുക, എന്നിട്ട് 4 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 10 തവണ ആവർത്തിച്ചാൽ മതി. അപ്പൊ ഈ ചെറിയൊരു വ്യായാമം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ തലച്ചോറിന്റെ CEO എന്ന് വിളിക്കാവുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ശ്രദ്ധയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും മോട്ടിവേഷനും ഒക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ ഈ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ, തലച്ചോറിന് ഒരു കപ്പ് കട്ടൻ കാപ്പി കൊടുത്ത പോലെ. ശരി, അപ്പൊ നമ്മുടെ ശരീരത്തെ കെമിക്കലായി നമ്മൾ ഉണർത്തി കഴിഞ്ഞു. ഇനി ഇങ്ങനെ കിട്ടിയ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന 2 പെരുമാറ്റ രീതികൾ കൂടി നോക്കാം. ഹാർവാർഡിലെ ഗവേഷകർ എന്താ പറയുന്നതെന്നറിയാമോ? ഉണർന്നതിന് ശേഷം വെറും 2 മിനിറ്റ് ശരീരം ഒന്ന് ചലിപ്പിച്ചാൽ മതി. അത് നമ്മുടെ രക്തയോട്ടം കൂട്ടും, തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തും, പോരാത്തതിന് ഡോപ്പമിനും റിലീസാകും. ഇതിനായിട്ട് ജിമ്മിൽ പോവുകയോ ഒരുപാട് സമയം കളയുകയോ ഒന്നും വേണ്ട. വെറും 1 മിനിറ്റ്, 10 ജമ്പിംഗ് ജാക്ക്, 10 സ്ക്വാട്സ്, 10 പുഷപ്പ്, അത്രേ വേണ്ടൂ. നിങ്ങളുടെ ശരീരത്തെ സ്ലീപ്പ് മോഡിൽ നിന്ന് പവർ മോഡിലേക്ക് മാറ്റാൻ ഇത് ധാരാളം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിൽ ഭൂരിഭാഗം പേരും രാവിലെ എഴുന്നേറ്റുടൻ ചെയ്യുന്ന, നമ്മുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയുന്ന ഒരു ശീലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെ, ഫോൺ സ്ക്രോളിംഗ് തന്നെ. ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ, വ്യത്യാസം വളരെ വ്യക്തമാണ്. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ പെട്ടെന്ന് കൂടും, അതുപോലെ തന്നെ താഴേക്കും വരും. ഇത് നമ്മളെ ക്ഷീണിപ്പിക്കും. എന്നാൽ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വ്യക്തതയും ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പോസിറ്റീവ് എനർജിയുമാണ്. അതുകൊണ്ട് നാളെ രാവിലെ ഫോണിന് പകരം ഒരു പേനയും പേപ്പറും എടുക്കുക. എന്നിട്ട് ഈ ഒരൊറ്റ ചോദ്യം സ്വയം ചോദിച്ച് ഉത്തരം എഴുതുക. ഇന്ന് രാത്രിയോടെ എനിക്ക് എന്തിലാണ് അഭിമാനം തോന്നേണ്ടത്? ഇതൊന്ന് എഴുതി വെച്ചാൽ മതി. മറ്റുള്ളവരുടെ നോട്ടിഫിക്കേഷനുകൾക്ക് മുൻപ് നിങ്ങളുടെ ദിവസത്തിന് ഒരു ദിശാബോധം കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പിന്തുടരാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാൻ ആക്കിയാലോ? ഇതാണ് നിങ്ങളുടെ 7 ദിവസത്തെ ലയൺ ബ്ലൂ പ്രിന്റ്. ആ പ്ലാനിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ബോണസ് ടിപ്പ് കൂടി. ഇതിന് നമുക്ക് ലയൺസ് ഡ്രിങ്ക് എന്ന് വിളിക്കാം. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 നുള്ള ഹിമാലയൻ ഉപ്പും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കുടിക്കുക. ഉറങ്ങുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോലൈറ്റുകൾ തിരികെ കിട്ടാൻ ഇത് സഹായിക്കും. ഒരു ഇൻസ്റ്റന്റ് റീചാർജ്. അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ ബ്ലൂ പ്രിന്റ്. 1, കാപ്പിക്ക് മുൻപ് സൂര്യപ്രകാശം. 2, 60 സെക്കൻഡ് തണുത്ത വെള്ളത്തിൽ ഒരു കുളി. 3, ഓക്സിജൻ ബോംബ് ശ്വാസം.
4 60 സെക്കൻഡ് ശരീരം ചലിപ്പിക്കുക. 5 ഫോൺ എടുക്കുന്നതിന് മുൻപ് ദിവസത്തെ ലക്ഷ്യം എഴുതുക. കൂടെ നമ്മുടെ ബോണസ് ലയൻസ് ഡ്രിങ്കും. ഇത് വെറുതെ കേട്ടുപോകാനുള്ളതല്ല, ഇതൊരു ചാലഞ്ചാണ്. വരുന്ന 7 ദിവസം രാവിലെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ എനർജി ലെവലിൽ വരുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, ഉറപ്പ്. പോകുന്നതിന് മുൻപ് ഈ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. സിംഹങ്ങൾ മോട്ടിവേഷനു വേണ്ടി കാത്തു നിൽക്കാറില്ല. അവർ ഓരോ സൂര്യോദയത്തിലും അത് സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ കയ്യിലാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വഴികളിൽ ഏതാണ് നിങ്ങൾ നാളെ രാവിലെ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത്? 1 2 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കൂ. നാളെ മുതൽ തുടങ്ങൂ.